ശക്തമായ ചൂട് ശമനമില്ലാതെ തുടരുന്നതോടെ സംസ്ഥാനം വെന്തുരുകുകയാണ്. 3 ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളത്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. ചൂട് തന്നെയാണ് പ്രധാന വാർത്ത. ഈ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട മഴയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമൊക്കെ പെയ്യുന്നുണ്ട്. പക്ഷേ ചൂടിനൊട്ടും കുറവില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് ഉഷ്ണതരംഗം ഉണ്ടാകും എന്ന് തന്നെയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുതിയതായി എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. എന്തായാലും അതിശക്തമായിട്ടുള്ള ചൂടിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നു. 3 ജില്ലകളിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാലക്കാട് അതിശക്തമായിട്ടുള്ള ചൂട് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു. ഇപ്പോൾ അത് 41ലേക്ക്, അത് 40 കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ കൊല്ലത്തും തൃശ്ശൂരിലും ഈ നിലയിൽ 40 ഡിഗ്രി അടുത്തേക്ക് ചൂടെത്തുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കോട്ടയം ഉൾപ്പെടെയുള്ള കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ 38 ഡിഗ്രി വരെ ചൂട് ഉയരും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ആശ്വാസം തോന്നുന്നത് അത് തിരുവനന്തപുരത്ത് മാത്രമാണെന്നുള്ളതാണ്. 36 ഡിഗ്രി വരെയാണ് ഇവിടെ ചൂട് ഉയരും എന്നുള്ളൊരു കണക്ക് പറയുന്നത്. അതുപോലും നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു നില തന്നെയാണ്. കാരണം ഇപ്പോൾ സമയം 7 മണി കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ പോലും ഈ ചൂട്, ഈ വെയിലിന് അതിശക്തമായിട്ടുള്ള ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. പുറത്തേക്ക്, അതായത് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ 3 മണി വരെ, 11 തൊട്ട് 3 മണി വരെ കൃത്യമായിട്ടും ആ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം നമ്മൾ ലോക്ക്ഡൗണിൽ എങ്ങനെയാണോ കടന്നുപോയത് അതിന് സമാനമായ രീതിയിൽ ഒരു സെൽഫ് ലോക്ക്ഡൗൺ ഉൾപ്പെടെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വേണം ഈ ഘട്ടത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം ആ നിലയ്ക്ക് ശാരീരികമായി വലിയധികം ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾക്ക് ഉഷ്ണതരംഗത്തിൽ, അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്നുള്ള വാക്ക് നമ്മൾ ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്ക് കേട്ട് പരിചയമുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ചൂടുകാലത്തുണ്ടാകുന്ന മരണം, അതും നമുക്കത്ര പരിചയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ അതിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നുള്ളതാണ് ഈ അനുഭവങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതക്രമത്തിൽ തന്നെ, അതായത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തൃശ്ശൂർ, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ അംഗൻവാടികളുടെ പ്രവർത്തനം, അത് ഒരാഴ്ചത്തേക്ക് അംഗൻവാടിയിലെ കുട്ടികൾ അംഗൻവാടിയിലേക്ക് എത്തേണ്ടതില്ല. അവർക്കുള്ള പോഷകാഹാരം കൃത്യമായും വീടുകളിലേക്ക് എത്തിക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടികളിലേക്ക് കുട്ടികൾ എത്തേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി അതിൻ്റെ നടപടികളൊക്കെ തന്നെ ആ വഴിക്ക് തന്നെ നടക്കും എന്നതും അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ചൂട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം 27-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത കൂടി ഇതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും മഴ ഇത്തരത്തിൽ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം ഉൾപ്പെടെ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതിനു മുമ്പ് എറണാകുളത്തുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഇങ്ങനെ അത് ഇടിയോടുകൂടിയ മഴയാണ്. അവിടെയും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇടിയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും അതിനുള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. ശക്തമായിട്ടുള്ള ചൂടിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ജാഗ്രത കൃത്യമായും പാലിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം. തീർച്ചയായും എബി, പ്രേക്ഷകരെല്ലാം കേട്ട് കാണുമല്ലോ എബി പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ പ്രധാനമായും നമ്മൾ നിർജ്ജലീകരണം, ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 10 മണി മുതൽ 3, 4 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ഒരു 5 മിനിറ്റോളമെങ്കിലും ഒരു പക്ഷേ കണ്ടിന്യൂസ്ലി നമ്മൾ ഈ വെയിലേൽക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. അങ്ങനെ പുറത്ത് കുട്ടികൾക്കടക്കം അവധി നൽകിയിട്ടുണ്ട്. അവധിക്കാലമാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് കളിക്കാനൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അത് തീർച്ചയായും
മാതാപിതാക്കൾ അവരിലൊരു ശ്രദ്ധ വേണം. നല്ലതുപോലെ ശരീരം കവർ ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വേണം ഈ പറഞ്ഞതുപോലെ കളിക്കാനാണെങ്കിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ. ഈ 4.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അത് മുതൽ ഒരു 6.4 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിനകത്ത് താപനില സാധാരണ അളവിനേക്കാൾ പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യം, അതിനെയാണ് നമ്മൾ ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. സാധാരണ ഇതൊരു 2-3 ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുക. ആ ഒരു ചെറിയ കാലയളവിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നമുക്കറിയാം ഈ എൽനിനോ പ്രതിഭാസം, ഒപ്പം ഈ നല്ല ചൂട് പിടിച്ച് കിടക്കുന്ന ഈ ഭൂപ്രതലത്തിലെ വായു, അത് മുകളിലേക്ക്, സാധാരണ നമുക്ക് ഈ വായു മുകളിലേക്ക് പോകുന്നു, അവിടെ തണുത്ത വായു വീണ്ടും കയറുന്നു, അങ്ങനെ ഒരു പ്രതിഭാസമാണ്. പക്ഷേ ആ വായു മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഈ ചൂട് ഇത്തരത്തിൽ 3 ഡിഗ്രി സെൽഷ്യസ് കൂടാനുള്ള ഒരു കാരണം. പ്രധാനമായും സൂര്യാഘാതം, സൂര്യാതപം, തലകറക്കം, ക്ഷീണം, ഇതൊക്കെ ഉണ്ടാകും. എല്ലാവരും ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക.